അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 3 ബുധനാഴ്ച. ഡൽഹിയിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 21 പേർ മരിച്ചു. ഗുരുതരമായി പൊള്ളലേറ്റ 11 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മാളവ്യ നഗറിലെ 5 നില കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഫ്ലോറിഷ് സ്റ്റേ ഹോട്ടലിലാണ് രാവിലെ 9 തീപിടുത്തം ഉണ്ടായത്. മരിച്ചവരിൽ അധികവും ദക്ഷിണാഫ്രിക്കക്കാരാണ്. രക്ഷപ്പെടാൻ ചിലർ കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടി. അകത്ത് കുടുങ്ങിയവരെ കണ്ടെത്താൻ ഉച്ചവരെയും രക്ഷാപ്രവർത്തനം തുടർന്നു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെയുണ്ടായ ഇറാന്റെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. വിമാന സർവീസുകൾ നിർത്തിവച്ചു. ആക്രമണത്തിൽ ഒരു യാത്രാ ടെർമിനലിന് കേടുപാടുകൾ സംഭവിച്ചുവെന്ന് പ്രതിരോധ മന്ത്രാലയ വക്താവ് ബ്രിഗേഡിയർ ജനറൽ സൗദ് അബ്ദുൽ അസീസ് അൽ ഒതൈബി അറിയിച്ചു. രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ജീവനക്കാരെ സ്ഥലം മാറ്റിയെന്നാരോപിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് നിയമസഭയിൽ അനുമതിയില്ല. വി ജോയാണ് വിഷയം ഉന്നയിച്ചത്. സ്ഥലം മാറ്റം വ്യവസ്ഥകൾ പാലിച്ചു മാത്രമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് മറുപടി നൽകി. പരാതിയുണ്ടെങ്കിൽ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അടിയന്തര പ്രമേയം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. പ്രതിപക്ഷ ഉപനേതൃ പദവിക്കായി ഇടതുമുന്നണിയിൽ തർക്കം. അസാധാരണ പ്രതിസന്ധി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും തമ്മിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. ഉപനേതൃത്വ സ്ഥാനം തന്നില്ലെങ്കിൽ സഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കണമെന്നാണ് CPI നേതാക്കളുടെ നിലപാട്. സമവായ നീക്കങ്ങൾ ഇനിയും തുടരും. പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ED ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പുറകിലെ ഗൂഢാലോചനയും SIT അന്വേഷിക്കുന്നു. ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികളുടെ ഫോൺ രേഖകളും മൊബൈൽ സന്ദേശങ്ങളും പരിശോധിക്കും. ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്ന കോളുകളും സന്ദേശങ്ങൾക്കും പിന്നിലുള്ളവരെ പിടികൂടുമെന്നും SIT വ്യക്തമാക്കി. 2026-27 അധ്യയന വർഷത്തെ അക്കാദമിക് കലണ്ടർ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കി. LP സ്കൂളിലെ ശനിയാഴ്ച പ്രവൃത്തി ദിനം ഒഴിവാക്കി. UP HS വിഭാഗങ്ങളിൽ 5 ശനിയാഴ്ചകൾ അധിക പ്രവൃത്തി ദിനങ്ങളായിരിക്കും. ഓഗസ്റ്റ് 10 മുതൽ 21 വരെയായിരിക്കും ഓണപരീക്ഷ. ഓഗസ്റ്റ് 21 ഓണാവധിക്ക് സ്കൂൾ അടയ്ക്കും. ഓഗസ്റ്റ് 31 സ്കൂൾ തുറക്കും. ക്രിസ്മസ് പരീക്ഷ ഡിസംബർ 10 തുടങ്ങി 18 അവസാനിക്കും. ഡിസംബർ 18 ക്രിസ്മസ് അവധിക്ക് സ്കൂൾ അടയ്ക്കുക. ഡിസംബർ 28 സ്കൂൾ തുറക്കും. പുതിയ 71 നിയമസഭാംഗങ്ങൾക്ക് സഭാചട്ടങ്ങളിൽ പരിശീലനം. നിയമസഭയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇതു സംബന്ധിച്ച് പ്രത്യേക റൂളിംഗ് നൽകി. പുതിയ അംഗങ്ങൾക്കായി 17 സെമിനാർ നടത്തും. സെമിനാറിൽ മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പ്രസംഗിക്കും. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സിനു നേരെ കല്ലേറു നടത്തിയെന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരായ പ്രതികളുടെ വാദം കള്ളമെന്ന് SIT റിപ്പോർട്ട്. കല്ലേറുണ്ടായെന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചില്ലെന്നും കല്ലേറുണ്ടായിട്ടില്ലെന്നുമാണ് ബസ് ഡ്രൈവറുടെ മൊഴിയെന്നും SIT റിപ്പോർട്ടിൽ പറയുന്നു. എറണാകുളം മലയിടം തുരുത്ത് ഭൂമി തർക്കത്തിൽ വീണ്ടും ചർച്ചയ്ക്ക് സംസ്ഥാന സർക്കാർ. കുടിയൊഴിപ്പിക്കപ്പെടുന്നവർക്ക് സ്ഥലവും വീടും നൽകാമെന്ന ഫോർമുല മാത്രമാണ് മുന്നിലുള്ളതെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഇക്കാര്യം കുടിയൊഴിപ്പിക്കുന്നവരെ അറിയിക്കും. കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മുഹമ്മദ് ഫർമാനെ അറസ്റ്റ് ചെയ്യുന്നത് 1 മാസത്തേക്ക് ഹൈക്കോടതി തടഞ്ഞു. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കിക്കൊണ്ടാണ് ഉത്തരവ്.
മുഹമ്മദ് ഫർമാന് അധികാരപരിധിയിലുള്ള മധ്യപ്രദേശിലെ കോടതിയെ സമീപിക്കാമെന്നും അതിനിടയിൽ അറസ്റ്റ് പാടില്ലെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. കേരളത്തിൽ എവിടെയും എയിംസിന് സ്ഥലം അനുവദിക്കാമെന്ന ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കഴിഞ്ഞ 10 വർഷം ഇടതു സർക്കാരിൽ നിന്ന് കേൾക്കാത്ത അഭിപ്രായമാണ് കെ മുരളീധരൻ പങ്കുവച്ചത്. അതിൽ സന്തോഷമുണ്ട്. അനുയോജ്യമായ 5 സ്ഥലങ്ങൾ കണ്ടെത്തി കേന്ദ്രത്തെ അറിയിക്കുക എന്നതാണ് അടുത്ത നടപടി. അക്കാര്യം സംസ്ഥാന ആരോഗ്യമന്ത്രി ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു എന്നും സുരേഷ് ഗോപി പറഞ്ഞു. സഹോദരി ഭർത്താവിനെ പേഴ്സണൽ സ്റ്റാഫാക്കിയ വിവാദം പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചിട്ടും പ്രതികരിക്കാതെ മന്ത്രി സണ്ണി ജോസഫ്. ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുന്നുവെന്ന അടിയന്തര പ്രമേയ നോട്ടീസിനിടെയായിരുന്നു ബന്ധുനിയമനം പ്രതിപക്ഷം ഉയർത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണം നേതൃത്വത്തിന്റെ അഹങ്കാരവും ജനവിരുദ്ധ സമീപനവുമാണെന്ന് മുൻ നേതാവ് ടി കെ ഗോവിന്ദൻ. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായ അണികൾ തന്നെയാണ് പാർട്ടിക്കെതിരെ വോട്ട് ചെയ്തതെന്നും തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കാൻ നേതൃത്വം ഇപ്പോഴും തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. നാളത്തോടെ കാലവർഷം എത്തുമെന്നും വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. മുൻ മന്ത്രി കെ ടി ജലീൽ CPM അംഗത്വം എടുത്തതായി ഫേസ്ബുക്ക് കുറിപ്പ്. വർഗീയ ശക്തികൾക്കെതിരായ പോരാട്ടത്തിൽ ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടിയാണ് ഈ തീരുമാനമെന്നും താനും ഭാര്യയും പാർട്ടിയിൽ ചേരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊല്ലം നഗരമധ്യത്തിൽ കടത്തിണ്ണയിൽ കിടന്നുറങ്ങിയ വയോധികനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സീരിയൽ കില്ലറെന്ന സംശയത്തിൽ പോലീസ്. മുണ്ടയ്ക്കൽ സ്വദേശി രാജേന്ദ്രനെ കൊലപ്പെടുത്തിയത് തമിഴ്നാട് സ്വദേശിയാണെന്ന് തിരിച്ചറിഞ്ഞു. മാസങ്ങൾക്ക് മുൻപ് പാരിപ്പള്ളിയിൽ നടന്ന കൊലപാതകത്തിന് പിന്നിലും ഇയാളാണെന്നാണ് സംശയം. പരോൾ വ്യവസ്ഥ ലംഘിച്ച് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതിയുടെ റീൽ ഷൂട്ട്. 7ാം പ്രതി അശ്വിന്റെ വീഡിയോ ആണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. അശ്വിൻ തന്നെയാണ് റീൽ പങ്കുവച്ചത്. നിലവിൽ പരോളിലാണ് അശ്വിൻ. സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കരുത് എന്നായിരുന്നു പരോൾ വ്യവസ്ഥയിൽ ഒന്ന്. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ 8ാം ശമ്പള കമ്മീഷന് മുന്നിൽ നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും സമർപ്പിക്കാനുള്ള സമയപരിധി വീണ്ടും നീട്ടി. വിവിധ ജീവനക്കാരുടെ സംഘടനകൾക്കും പെൻഷൻ യൂണിയനുകൾക്കും തങ്ങളുടെ ആവശ്യങ്ങൾ കമ്മീഷന് മുന്നിൽ അവതരിപ്പിക്കാം. ഇത് 2ാം തവണയാണ് സമയപരിധി നീട്ടുന്നത്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേണി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. കർണാടകയിൽ DK ശിവകുമാർ സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറും. G പരമേശ്വര ഉപമുഖ്യമന്ത്രി. മലയാളികളായ KJ ജോർജും UT ഖാദറുമടക്കം 11 മന്ത്രിമാർ അധികാരമേൽക്കും. സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്രയും മന്ത്രിസഭയിലുണ്ട്. വൈകിട്ട് ലോക്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പങ്കെടുക്കും. പശ്ചിമബംഗാളിലെ നവദ്വീപിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ തങ്ങളുടെ പാർട്ടി ഓഫീസ് BJPക്ക് വിട്ടുനൽകി. പ്രദേശത്തെ ജനങ്ങളുടെ വികസനത്തിനു വേണ്ടിയാണ് ഈ തീരുമാനമെന്ന് വാർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. എന്നാൽ തങ്ങൾ BJPയിൽ ചേരില്ലെന്നും അവർ അറിയിച്ചു. ബ്രിട്ടന്റെ പുതിയ സ്റ്റീൽ ഇറക്കുമതി നിയന്ത്രണങ്ങളിൽ ഇന്ത്യ അതൃപ്തി രേഖപ്പെടുത്തി. നയത്തിൽ അയവ് വരുത്തിയില്ലെങ്കിൽ സ്കോച്ച് വിസ്കി പോലുള്ള ഉൽപ്പന്നങ്ങൾക്ക് നൽകിയ നികുതി ഇളവുകൾ പുനഃപരിശോധിക്കുമെന്നും ഇന്ത്യ മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്കിലെ ക്വിഷം ദ്വീപിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് പ്രതികാരമായി ഇറാൻ കുവൈറ്റിലെയും ബഹ്റൈനിലെയും US സൈനിക താവളങ്ങൾ ആക്രമിച്ചു. ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള ആക്രമണ ശ്രമങ്ങളെ അമേരിക്കൻ ബഹ്റൈൻ പ്രതിരോധ സേനകൾ തടഞ്ഞെങ്കിലും ഗൾഫ് മേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. വധിക്കപ്പെട്ട 3 മാസത്തിനൊടുവിൽ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്കായുള്ള വിലാപയാത്രയ്ക്ക് ഒരുക്കങ്ങൾ തുടങ്ങി ഇറാൻ. 3 ദിവസത്തെ ചടങ്ങുകൾ നടത്താനാണ് തീരുമാനം. അമേരിക്കയുമായി സമാധാന ധാരണ പ്രതീക്ഷിക്കുന്നതിനാൽ തീയതി പ്രഖ്യാപിക്കുന്നത് ഇതിനുശേഷമാകുമെന്നാണ് കരുതുന്നത്. ലോകകപ്പ് ഫുട്ബോളിന് പന്തുരുളാൻ ഇനി ദിവസങ്ങൾ മാത്രം. ജൂൺ 11 ആരംഭിക്കുന്ന 2026 ഫിഫ ലോകകപ്പ് കാനഡ, മെക്സിക്കോ, അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് ആതിഥേയത്വം വഹിക്കുന്നത്.
48 ടീമുകളിലായി 1248 താരങ്ങൾ അണിനിരക്കുന്ന ഫുട്ബോൾ മാമാങ്കത്തിനായി ലോകം കാത്തിരിക്കുകയാണ്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.